നമസ്കാരം. വീണയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കാൽനൂറ്റാണ്ടിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ കൗമാര പ്രതിഭകൾ വെട്ടിപ്പിടിച്ച സുവർണക്കപ്പ് നിലത്ത് വെക്കാതെ ശിരസിലേറ്റി തൃശൂർ. ചരിത്രം രചിച്ച 1008 പോയിന്റ് മികവ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന്. സുവർണക്കപ്പുമായി എത്തിയ ചുണക്കുട്ടികൾക്ക് ഉത്സവ നിറവിൽ രാജകീയ വരവേൽപ്പ്. തൃശൂർ നഗരത്തിൽ വർണ്ണാഭം ഘോഷയാത്ര. ആവേശം അണപൊട്ടി, ആഹ്ലാദം അലതല്ലി. കാണാം ചരിത്ര കാഴ്ചകൾ. ജില്ലയിലെ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച അവധി. വാതിൽപ്പടി വിതരണക്കാരൻ സമരത്തിൽ. തലപ്പിള്ളി താലൂക്കിൽ റേഷൻ വിതരണം നിലച്ചു. കടകളിലേക്കും NFSA ഗോഡൌണുകളിലേക്കുമുള്ള ധാന്യ വിതരണം മുടങ്ങി. നിലവിൽ ജനുവരി മാസത്തെ വിതരണത്തിനുള്ളത് ഡിസംബറിലെ ബാക്കിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മാത്രം. തലപ്പിള്ളിയിൽ 129 റേഷൻ കടകൾ. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരത്തിന്. കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ഗോൾഡൻ അവറിൽ ധനരഹിത ചികിത്സ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. മാർച്ച് 14-നകം വിജ്ഞാപനമിറക്കണം. മോട്ടോർ വാഹന നിയമത്തിലെ 162 വകുപ്പ് പ്രകാരം ഇതിന് കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് പരമോന്നത കോടതി. അപകടം നടന്നതിനു ശേഷമുള്ള വൈദ്യ ചികിത്സ ഏറ്റവും ഫലപ്രദമായ ആദ്യത്തെ 60 മിനിറ്റാണ് ഗോൾഡൻ അവർ. അപകടത്തിൽപ്പെട്ടവരുടെ 7 ദിവസത്തെ ചികിത്സയ്ക്ക് 1.5 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സഹായം നൽകണമെന്നും മന്ത്രി. പിന്നോക്ക സമുദായത്തിൽ പിറന്നതിന്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട തലപ്പിള്ളിയിലെ ഇഴവരാതി പിന്നോക്ക സമൂഹത്തിന് ആരാധന സ്വാതന്ത്ര്യം കൈവന്നിട്ട് 100ന്റെ നിറവ്. 1925 മാർച്ച് 22-നായിരുന്നു ക്ഷേത്രപ്രവേശനത്തിലൂടെ ഈശ്വര ദർശന സ്വാതന്ത്ര്യം. SNDP യോഗം തലപ്പിള്ളി യൂണിയന്റെ നേതൃത്വത്തിൽ പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷം. ജനുവരി 19-ന് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന പ്രവാസികാര്യ വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP. കേന്ദ്ര സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. 60 കഴിഞ്ഞ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അവസരം നൽകണം. പ്രവാസി ഭാരത് സർവീസ് എക്സലൻസി പുരസ്കാരം KT ജോയിക്ക് സമ്മാനിച്ചു. KSRTCയിൽ ആക്രിക്കച്ചവടം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 8 വർഷത്തിനിടെ ലഭിച്ചത് 39.78 കോടി രൂപ. 2089 പഴകിയ ബസ്സുകൾ തൂക്കിവിറ്റു. വിറ്റഴിച്ചത് 2007 ശേഷം അപകടത്തിലും മറ്റും തകർന്ന ബസ്സുകൾ. വെടിക്കെട്ടടക്കമുള്ള ക്ഷേത്രോത്സവങ്ങളെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ പിൻവലിക്കണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നിയമം നടപ്പിലാക്കിയാൽ തൃശൂർ പൂരമടക്കം നടത്താൻ കഴിയാത്ത അവസ്ഥ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ നേരിട്ട് കണ്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭരണഘടന അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ ഭരണസമിതികൾ പ്രവർത്തിക്കണമെന്നും മന്ത്രി. മുണ്ടത്തിക്കോട് പാതിരിക്കൂട്ടുകാവ് ഭഗവതി ക്ഷേത്രം മകരഭരണി വേലയാഘോഷത്തിന്റെ മഹനീയ നിറവിലേക്ക്. ഭക്തി നിറ ലഹരിയിൽ കൊടിയേറ്റം.
മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു. വേല ഫെബ്രുവരി 5-ന്. ലൈംഗിക അധിക്ഷേപ കേസ്. നടി ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്ത് കോടതി. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ന്റേതാണ് നടപടി. ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ കോടതിയിൽ തലകറങ്ങി വീണ് ബോബി. ബോച്ചെ കാക്കനാട് ജില്ലാ ജയിലിൽ. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലും തിരൂർ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വാർഷികാഘോഷ നിറവ്. മുണ്ടത്തിക്കോട് മെറിറ്റ് ഡേ സെയിന്റ് തോമസ് സ്കൂളിൽ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരനും മുണ്ടത്തിക്കോട് NSS തലപ്പിള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ആർത്താറ്റിൽ മോഷണത്തിനിടെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവം. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം നാടഞ്ചേരി സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. സഹോദരി ഭർത്താവ് കണ്ണനാണ് പ്രതി. പെരുമ്പിലാവ് കൊങ്ങണ്ണൂരിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് മോഷണം.